കഴിഞ്ഞ ദിവസമാണ് കുളത്തുപുഴ റോഡിലേക്ക് കാട്ടുപന്നി കുറുകെ ചാടി ഒരു റോഡ് അപകടത്തിൽ ആദർശ് മരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആദർശിന്റെ വീടിന്റെ മുൻപിലേക്കാണ്. കാട്ടുപന്നി കുറുകെ ചാടി ഉണ്ടായ അപകടത്തിൽ തിരുമല രാമമംഗലത്ത് ബംഗ്ലാവ് വീട്ടിൽ അജയൻ റിട്ടയർ KCB ഉദ്യോഗസ്ഥൻ ശ്രീലത ദമ്പതികളുടെ ഏക മകനാണ് ആദർശ്. 29 വയസ്സായിരുന്നു. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഫെറിഡിയം ടെക്നോളജി കമ്പനിയിൽ എഞ്ചിനീയറായാണ് ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5-ന് മലയോര ഹൈവേ മടത്തറ കുളത്തുപുഴ പാതയിൽ വെങ്കൊല ശങ്കിരി ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തായിരുന്നു അപകടം നടന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സുഹൃത്തുക്കളോടൊപ്പം കൊടൈക്കനാലിൽ പോകുന്നതിനിടെയാണ് അപകടം ആദർശിനെ കവർന്നെടുത്തത്. സാർ, എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്? ഈ ആദർശ് എന്ന് പറയുന്ന നമ്മുടെ ഈ അകാലത്തിൽ മരണപ്പെട്ട കുട്ടി അയാളെ സുഹൃത്തുക്കളോടൊപ്പം 2 വീലർ ഇരുചക്ര വാഹനത്തിൽ കൊടൈക്കനാലിലേക്ക് പോകുന്ന സമയത്ത് കൊല്ലത്ത് കടയ്ക്കൽ ചിതറയ്ക്ക് സമീപം വെച്ച് പന്നി കുറുകെ ചാടിയാണ് മരിച്ചെന്നാണ് ആദ്യമായി നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ അവിടെ അതിനുശേഷം ഒരു കാറ് ഇത് തട്ടിയതുമായി ബന്ധപ്പെട്ടൊരു സംശയം പറയുന്നുണ്ട്. ആ കാറ് ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് അതിൻ്റെ അന്വേഷണ പരിധിയിലാണ്. ഇപ്പോൾ ചിതറ സ്റ്റേഷനിലേക്ക് ആ കാറ് കൊണ്ടുപോയിട്ടുണ്ട്. സാർ, ഒരു അപകട മരണമാണ് എന്നുള്ള രീതിയിലായോ ഇപ്പൊ കാർ അപകടം എന്നുള്ള രീതി? അത് എന്താന്ന് വെച്ചാൽ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഇരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു നമുക്കൊരു സംശയാസ്പദമായ മറുപടി പറയാൻ വേണ്ടി സാധിക്കില്ല. അതിൽ പോലീസ് ആ കാറ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി പോലീസിന്റെ അന്വേഷണം ഒന്ന് കഴിയട്ടെ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഇന്ന് കിട്ടുന്നേ ഉള്ളൂ. സാർ, ഒറ്റ മകനാണോ ഇവർക്ക്? ഈ കുടുംബത്തിനകത്ത് അച്ഛനും അമ്മയ്ക്കും ഏക മകനാണ്. അച്ഛൻ KCBയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അമ്മ ഹൗസ് വൈഫാണ്. ഏക മകനുമാണ് ആദർശ്. വനത്തിൽ നിന്ന് ഹൈവേ പാതയിലേക്ക് പാഞ്ഞെത്തിയ കാട്ടുപന്നിയെ ഇടിച്ച് ബൈക്ക് മറിയുകയായിരുന്നു എന്നാണ് വിവരം. അതുപോലെ തന്നെ ആദർശ് ദൂരേക്ക് തെറിച്ചു വീഴുകയാണ് ആ അപകടത്തിലുണ്ടായത്. ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും തലയ്ക്ക് ഉൾപ്പെടെ ഗുരുതരമായ പരിക്കേറ്റാണ് ആദർശിന്റെ മരണകാരണം പറയുന്നത്. മാത്രമല്ല, കനത്ത മഴയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. ആംബുലൻസ് വിളിച്ചെങ്കിലും എത്താൻ വൈകിയതിനെ തുടർന്ന് ചോര വാർന്ന് നിരവധി സമയം ആ റോഡിൽ ആദർശിന് കിടക്കേണ്ടി വന്നു. അതിനാൽ തന്നെ ആ സുഹൃത്തുക്കളുടെ നിലവിളി കേട്ടെത്തിയ അവിടെയുള്ള വനപാലകരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് അവരുടെ ജീപ്പിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു കാർ ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. അതിന് കാരണം പറയുന്നത് അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നെന്ന് സംശയിക്കുന്ന കാറ് ചിതറ പോലീസ് തിരുവനന്തപുരത്തെ ഹോണ്ട ഷോറൂമിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഡ്രൈവർ ഡോറ് ചളുങ്ങിയ നിലയിലും ബമ്പറും നമ്പർ പ്ലേറ്റും തകർന്ന നിലയിലുമാണുള്ളത്. അപ്പൊ പിന്നിലിടിച്ചപ്പോൾ ആദർശ് ബൈക്കിൽ നിന്ന് തെറിച്ച് കാറിലിടിക്കാമെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഇതില് ആദർശിന്റെ മരണത്തെ തുടർന്ന് ഈ ഒരു കേസ് അന്വേഷണം കൂടി നടക്കുകയാണ്. കാറാണ് ആ ഒരു പ്രശ്നമായിട്ട് തന്നെ പറയുന്നത്. അവിടെ നിന്നൊരു കാറ് കണ്ടെത്തിയതോടുകൂടി ഇതിലൊരു ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. തെറിച്ചു വീണ ആദർശ് കാറിൽ തട്ടി വീണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. അതിനുള്ള ഒരു ദുരൂഹത നിലനിൽക്കുന്നതിനാൽ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് തൈക്കാട് ശാന്തി കവാടത്തിന് മുന്നിലാണ്. ആദർശിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം ഇവിടെ നിന്നായിരുന്നു. അവസാനമായി യാത്രയയപ്പിനായി ഒരുപാട് അത്യാഞ്ജലി അർപ്പിച്ച് നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആദർശിന് അവസാനമായി ഒന്ന് കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുക തന്നെയാണ് കുടുംബക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം തന്നെ. എന്താണ് അപകട കാരണമെന്ന് അറിയാനാണ് കാത്തിരിക്കുന്നത്. ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്.